എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 15 ശ്ലോകം 30, 31, 32, 33, 34, 35 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കാർത്തവീര്യാർജുനന്റെ പിന്നാലെ പാഞ്ഞുപോണ പരശുരാമനെ കണ്ട് കാർത്തവീര്യാർജുനൻ യുദ്ധത്തിന് പുറപ്പെടുന്നു. ബാണങ്ങൾ അയക്കണു പരശുരാമന്റെ നേരെ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 30. അജോദയൻ ഹസ്തിരഥാശ്വപത്തിഭിः ഗദാസി ബാണഷ്ടിശതഘ്നിശക്തിഭിः അക്ഷൗഹിണീ സപ്തദശാതിഭീഷണാः താരാമയേകോ ഭഗവാൻ അസൂദയൽ. ഗദാസി ബാണഷ്ടി ശതഘ്നി ശക്തിഭി. ഗദ, വാള്, ബാണം, വൃഷ്ടി, ശതഘ്നി, ശക്തി എന്നീ ആയുധങ്ങളോടുകൂടിയ ഹസ്തിരഥാശ്വപത്തിഭി, ആന, തേര്, കുതിര, കാലാള് എന്ന സൈന്യങ്ങളാൽ അതിഭീഷണാഹ അതിഭയങ്കരങ്ങളായ സപ്തദശ അക്ഷൗഹിണി 17 അക്ഷൗഹിണികളെ അചോദയൽ പ്രേരിപ്പിച്ചയച്ചു. ആ സൈന്യങ്ങളെ ഭഗവാൻ രാമൻ ഏകനായിട്ട് അസൂദയ നശിപ്പിച്ചു. അപ്പൊ കാർത്തവീര്യാർജുനൻ അങ്ങനെ ഗദകള്, വാളുകള്, ബാണങ്ങള്, ഋഷ്ടികള്, ശതഘ്നികള് എന്നിങ്ങനെ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ആന, തേര്, കുതിര, കാലാളെന്ന 4 വിധ സൈന്യങ്ങൾ ഉൾപ്പെട്ട ആ ഭയങ്കരങ്ങളായ 17 അക്ഷൗഹിണികളെയാണ് അർജുനൻ രാമന് നേരെ അയച്ചത്. അവരെല്ലാം ഏകനായിട്ട് തന്നെ, ഭഗവാന്റെ അവതാരല്ലേ പരശുരാമൻ, അവതാര സ്വരൂപനായ പരശുരാമൻ, അദ്ദേഹം ഒറ്റയ്ക്ക് അവരെയൊക്കെ സംഹരിച്ചു. യതോ യതോസൗ പ്രഹരൽ പരശ്വതോ മനോനിലൗജാ പരചക്രസൂദന തതസ്തതച്ഛിന്ന ഭുജോരുകന്ധരാ നിവേദുരുർവ്യാം ഹതസൂതവാഹന. പ്രഹരൽ പരശ്വത, പ്രഹരിക്കുന്ന പരശ്വതത്തോടുകൂടിയും, മനോനില ഉജാഹ മനസ്സിന്റെയും വായുവിന്റെയും വേഗത്തോടുകൂടിയും, പരചക്രസൂദന ശത്രുസൈന്യത്തെ നശിപ്പിക്കുന്നവനുമായ അസൗ രാമ ഈ രാമൻ, യഥാ യഥാ എവിടെവിടെ സഞ്ചരിച്ചു, തഥാ തഥാ അവിടവിടെ, ഛിന്ന ഭുജോരുകന്ധര ഛേദിക്കപ്പെട്ട ഭുജങ്ങള്, ഊരുക്കള്, കഴുത്തുകള് എന്നിവയോടുകൂടിയും, ഹതസൂതവാഹന ഹനിക്കപ്പെട്ട സൂതന്മാര്, വാഹനങ്ങൾ എന്നിവരോടുകൂടിയവരുമായിട്ട് ഉർവിയിൽ നിപതിച്ചു. പരശുവാകുന്ന ആയുധത്താൽ എതിരിട്ട് വരുന്നവര് പ്രഹരിച്ചു. എല്ലാവരും പരശു കൊണ്ട് പ്രഹരിച്ചു രാമൻ. അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ, വായു സഞ്ചരിക്കണ പോലെ, മനസ്സ് എങ്ങനെ പറയണം അത്രയും അതുപോലെ അദ്ദേഹം സഞ്ചരിച്ച് ശത്രു സൈന്യ സംഘത്തെ അങ്ങോട്ട് നശിപ്പിച്ചുകൊണ്ട് അവിടെ യുദ്ധകളത്തിൽ അങ്ങോട്ട് വിളയാടി. ശത്രു സൈന്യങ്ങള് ഏതേതു ഭാഗത്ത് കൂടെ സഞ്ചരിച്ചുവോ അവിടെ എല്ലാം കൈകളറ്റും. കുറെ സ്ഥലത്ത് കൈകൾ ഇങ്ങനെ അറ്റു കിടക്കുന്നുണ്ട്, തുടകൾ പൊളിഞ്ഞ ആളുകൾ കിടക്കുന്നുണ്ട്, കണ്ഠം മുറിഞ്ഞവര് കിടക്കുന്നുണ്ട്, സൂതന്മാര് മരിച്ച് വാഹനങ്ങളൊക്കെ നശിച്ചും കൊണ്ട് അങ്ങനെ സൈന്യത്തിലുള്ള ഭടന്മാര് മുഴുവൻ ഭൂമിയിൽ വീണു മരിച്ചു. കുറെ പേരിങ്ങനെ മരിക്കാറായി കിടക്കണു. ഇതൊക്കെ അങ്ങോട്ട് കണ്ടില്ലേ കാർത്തവീര്യാർജുനൻ. ദൃഷ്ട്വാ സ്വസൈന്യം രുധിരൗഘകർദമേ രണാജിരേ രാമകുഠാരസായകൈ വിവൃക്ന ചർമ്മധ്വജ ചാപ വിഗ്രഹം നിപാതിതം ഹൈഹയ ആപദരുഷ. രാമകുഠാരസായകൈ രാമന്റെ പരശുകൊണ്ടും ബാണങ്ങൾ കൊണ്ടും, വിവൃക്ണ ചർമ്മധ്വജാപ വിഗ്രഹം മുറിക്കപ്പെട്ട പരിചകള്, ധ്വജങ്ങള്, വില്ലുകള്, ശരീരങ്ങള് എന്നിവയോടുകൂടിയ സ്വസൈന്യം തന്റെ സൈന്യത്തെ രണാജിരെ യുദ്ധഭൂമിയിൽ, രുധിരൗഘകർദമേ രക്തപ്രവാഹത്താൽ ചളി പിടിച്ചിരിക്കുന്നതിൽ, നിപാതിതം നിപതിക്കപ്പെട്ടതിനെ, ദൃഷ്ട്വ കണ്ടിട്ട്, ഹൈഹയ കാർത്തവീര്യാർജുനൻ രുഷാപത ദേഷ്യത്തോടുകൂടി ആപതിച്ചു വന്നു രാമന്റെ അടുത്തേക്ക്. പരശുരാമൻ തന്റെ കുഠാരം കൊണ്ടും ബാണങ്ങൾ കൊണ്ടും തന്റെ സൈന്യങ്ങളുടെ പരിച മുതലായ രക്ഷാസാധനങ്ങളെയും കൊടിക്കൂറകളെയും വില്ലുകളെയും ശരീരങ്ങളെയും ഒക്കെ മുറിച്ചുകൊണ്ട് രക്തമൊഴുകി ചളി കെട്ടിയിരിക്കുന്ന യുദ്ധക്കളത്തില് അങ്ങനെ വീഴ്ത്തിയിരിക്കുന്നത് കണ്ടില്ലേ കാർത്തവീര്യാർജുനൻ. കോപത്തോടുകൂടി രാമന്റെ നേർക്കങ്ങോട്ട് പാഞ്ഞു വന്നു. ആദ്യം സൈന്യങ്ങളാണ് അയച്ചത്. പിന്നെ കാർത്തവീര്യാർജുനൻ തന്നെ വരികയാണ് രാമൻ പരശുരാമന്റെ നേർക്ക്. അഥാർജുന പഞ്ചശതേഷു ബാഹുഭി ധനൂഷു ബാണാനി യുഗപൽസസന്ദധേ രാമായ രാമോസ്ത്രഭൃതാം സമഗ്രണീ
താന്യേകധന്വേഷുഭി അച്ഛിനൽ സമം. അഥ സ അർജുന, അനന്തരം ആ അർജുനൻ, പഞ്ചശതേഷു ബാഹുഭി 500 ബാണങ്ങളോടുകൂടിയ കൈകൾ കൊണ്ട്, ധനുഷു ധനുസുകളിൽ, ബാണാൻ ബാണങ്ങളെ, യുഗപത് ഏകകാലത്തിൽ, രാമായ രാമന്റെ നേർക്ക്, സന്തതേ തൊടുത്തു, അസ്ത്രഭൃതാം സമഗ്രഹണി അസ്ത്രം ധരിച്ചവരിൽ മുഖ്യനും, ഏകധന്വാ രാമ ഒരു ധനുസോടുകൂടിയവനുമായ രാമൻ, താനി അവയെ, ഇഷുഭി ബാണങ്ങൾ കൊണ്ട്, സമം അച്ഛിനൽ ഒരേ സമയത്ത് മുറിച്ചു. യുദ്ധഭൂമിയില് പ്രവേശിച്ച ഉടനെ ആ കാർത്തവ്യനാർജുനൻ 500 കൈകളിൽ, 1000 കൈകളാണല്ലോ അദ്ദേഹത്തിനുള്ളത്. അപ്പൊ 500 കൈകളില് 500 ധനുസുകൾ എടുത്തു പിടിച്ച്, പിന്നെയുള്ള 500 കൈകൾ കൊണ്ട് ബാണങ്ങളും തൊടുത്ത് രാമനെ സംഹരിക്കാനായി കൊണ്ട് ഇങ്ങനെ ഒരേ സമയത്ത് പ്രയോഗിച്ചു. അസ്ത്രം ധരിച്ചവരിൽ പ്രമുഖനായ രാമൻ, പരശുരാമനുണ്ടോ അതിന് വിഷമം, ഏകധനുസില്, ഒറ്റ വില്ലേ ഉള്ളൂ അദ്ദേഹത്തിന് ധനുസ്, അതിവേഗത്തിൽ തൊടുത്തയച്ച 500 ബാണങ്ങൾ കൊണ്ട് അർജുനൻ പ്രയോഗിച്ച 500 ബാണങ്ങളെയും ഒരേ സമയത്ത് ഖണ്ഡിച്ചു. പുനഃസ്വഹസ്തേരജലാൻ മൃദേംഗ്രിഭാൻ ഉൽക്ഷിപ്യ വേഗാത് അഭിധാവതോ യുധി ഭുജാൻ കുഠാരേണ കഠോരനേമിനാ ചിച്ഛേദരാമ പ്രസഭം ത്വഹേരിവ. പുനഃ സ്വഹസ്തേഹി പിന്നെയും തന്റെ കൈകൾ കൊണ്ട്, അജലാൻ പർവ്വതങ്ങളെയും, അംഘ്രിപാൻ വൃക്ഷങ്ങളെയും, ഉൽക്ഷിപ്യ ഉയർത്തിയിട്ട്, മൃധേ യുദ്ധത്തിൽ, വേഗാൽ അഭിധാവത അതിവേഗത്തോടും കൂടി 4 ഭാഗത്ത് സഞ്ചരിക്കുന്ന അർജുനന്റെ, ഭുജാൻ ഭുജങ്ങളെ, കഠോര നേമിന മൂർച്ചയുള്ള ധാരയോടുകൂടിയ, കുഠാരേണ കുഠാരത്താൽ, രാമ രാമൻ, പ്രസഭം ബലാത്കാരേണ, അഹേ ഇവ സർപ്പത്തിന്റെ എന്ന പോലെ, യുധി രണഭൂമിയിൽ വെച്ച്, ചിച്ഛേദ ഛേദിച്ചു. പിന്നെയും കൈകൾ കൊണ്ട് മലകളും മരങ്ങളും ഒക്കെ ഇങ്ങനെ പുഴക്കി പിടിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ 4 ഭാഗത്ത് സഞ്ചരിക്കുന്ന ആ അർജുനന്റെ കൈകളെ പരശുരാമൻ അത്യന്തം മൂർച്ചയുള്ള തന്റെ പരശുകൊണ്ട് സർപ്പത്തിന്റെ പടങ്ങളെ എന്ന പോലെ മുറിച്ചു കളഞ്ഞു. കൃത്തബാഹോ ശിരസ്തസ്യ ഗിരേ ശൃംഗമിവാഹരൽ ഹതേ പിതരി തൽപുത്ര ആയുധം ദുദ്രൂർഭയാൽ. കൃത്തബാഹോ തസ്യ മുറിക്കപ്പെട്ട ബാഹുകളോടുകൂടിയ അദ്ദേഹത്തിന്റെ ശിരസിനെ, ഗിരേ ശൃംഗം ഇവ ഗിരിയുടെ ശൃംഗത്തെ എന്ന പോലെ, അഹരൻ ഹരിച്ചു. പിതരി ഹതേ പിതാവ് ഹനിക്കപ്പെട്ടപ്പോൾ, തൽപുത്രാഹ ആയുധം അദ്ദേഹത്തിന്റെ പുത്രന്മാർ 10,000 പേരും, ഭയാൽ ഭയം ഹേതുവായിട്ട്, ദുദ്രുവു ഓടി. അപ്പൊ കൈകളൊക്കെ മുറിച്ചതിന് ശേഷം രാമൻ അദ്ദേഹത്തിന്റെ ശിരസിനെ പർവ്വതത്തിന്റെ കൊടുമുടി എങ്ങനെയാ മുറിക്കുക അതുപോലെ മുറിച്ചു കളഞ്ഞു എന്നാ പറയാം. ഇപ്രകാരം രാമൻ അച്ഛനെ അങ്ങോട്ട് വധിക്കണത് കണ്ടില്ലേ, പേടിച്ചു പോയി മക്കള്. 10,000 പുത്രന്മാരുണ്ട് അദ്ദേഹത്തിന്. എല്ലാവരും ഭയപ്പെട്ട് ഓടിപ്പോയി. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.